സുചേട്ടാ നമസ്കാരം. നമസ്കാരം. സുചേട്ടാ, സമാധാന ചർച്ചകൾ ഏതുവരെയായി എന്ന് എനിക്കൊരു നിശ്ചയമില്ല. കാരണം ഓരോ ദിവസവും ഓരോ ടൈപ്പ് വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനം സ്വിറ്റ്സർലാൻഡിൽ എന്ന് പറയുന്നു, സമാധാനം ദോഹയിൽ എന്ന് പറയുന്നു. അപ്പോഴേക്കും ഇറാൻ പറയുന്നു, ആര് പറഞ്ഞു ദോഹയിലാണെന്ന്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്നു. അതിനിടയിൽ മറ്റൊരു വാർത്ത പുറത്തു വരികയാണ്. ഈ വാർത്ത പുറത്തു വരുന്ന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യധികം നാടകീയമായിട്ടുള്ള സ്ഫോടനാത്മകമായിട്ടുള്ള വാർത്തകളാണ്. നമ്മളെ പ്രേക്ഷകർക്ക് അത് ദഹിക്കണം എന്നില്ല, പക്ഷെ അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത ഇടയ്ക്ക് പുറത്തു വന്നിരുന്നു. മൊസാദ് മുനീറിനെ തട്ടാനായിട്ടുള്ള ഒരു പദ്ധതി രൂപവൽക്കരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നടക്കാനുള്ള സാധ്യതയുണ്ട്. അത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ കറക്റ്റ് ആണ്. കാരണം അടുത്ത ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലേക്ക് ഹമാസ് എത്തുന്നുണ്ട്. ഹമാസ് എത്തുമ്പോൾ ഇസ്രായേൽ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നമ്മളുമായിട്ട് വമ്പൻ വമ്പൻ പ്രതിരോധ കരാറുകൾ വയ്ക്കുന്നുണ്ട്. ഈ തീവ്രവാദികളുടെ പേടി സ്വപ്നമായി ഇന്ത്യ, ഇസ്രായേൽ, റഷ്യ, ഫ്രാൻസ് എന്നിങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ട്രംപ് ആദ്യം നമ്മുടെ കൂടെ ആയിരുന്നെങ്കിലും അയാൾ ഒരു വേട്ടാവളിയനായിരുന്നു. അവസാന നിമിഷം അയാൾ കാലുമാറി. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചയിൽ, കരാറിൽ എല്ലാം അയാൾ ഇറാന് വച്ച് സാഷ്ടാംഗം കീഴടങ്ങി എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങളും ജനതയും പറയുന്നത്. അതിനിടയിൽ വരുന്ന മറ്റൊരു വാർത്ത, ഈ മൊസാദ് എന്ന് പറഞ്ഞ ചില്ലറ ടീമല്ല. ഈ മൊസാദ് ഈ ഇറാനിയൻ നേതാക്കളെ തട്ടാനും അവര് പദ്ധതി ഇട്ടിരുന്നു എന്ന് മനസ്സിലാവും. അപ്പൊ ട്രംപ് പറഞ്ഞു ചെയ്യരുത്, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്റെ കഞ്ഞിയിൽ പാറ്റയിടല്ല ദേവി. ഞാനിത് ഒരറ്റവും അങ്ങറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയാവൂ. അവന്മാരൊന്നും അത് വഴങ്ങുന്നില്ല. അതിന്റെ ഇടയിൽ നിങ്ങൾ മൊസാദ് കയറി അങ്ങോട്ടേക്ക് തട്ടിയാൽ കിട്ടുന്ന അടിയുടെ ശക്തി കൂടും. അത് നിങ്ങൾക്കായിരിക്കില്ല, എനിക്കായിരിക്കും കിട്ടുന്നത്. കാരണം എന്റെ സൈന്യമാണല്ലോ അവിടെ കിടക്കുന്നത്. അതുകൊണ്ട് അവന്മാർ നേരെ എന്റെ നെഞ്ചത്തോട്ടും ബഹ്റിനിലോട്ടും ഖത്തറിലോട്ടും UAE-ലോട്ടും സൗദിയിലോട്ടൊക്കെ ആയിരിക്കും അവന്മാർ മെസ്സേജ് അയക്കുന്നത്. പോരാത്തതിന് ഇപ്പൊ തന്നെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇറാന്റെ അടിയിൽ ഇനി അമേരിക്കയ്ക്ക് ഇത്ര ലക്ഷം കോടി ഡോളർ വേണ്ടി വരും ഇതൊക്കെ ഒന്ന് നിമത്തിയെടുക്കാൻ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതെന്റെ തലയിലാവും എന്നാണ് പറയുന്നത്. നമ്മുടെ മീശമാധവനിൽ ഭഗീരഥപിള്ള ഈ പട്ടാളക്കാരൻ പുരുഷോത്തമന്റെ വീട്ടിൽ കയറാൻ പോകുമ്പോൾ നമ്മുടെ മീശമാധവൻ പിടിക്കുമല്ലോ. മാധവൻ പിടിക്കുമ്പോൾ അയാൾ പറയും, ഇന്ന് നീ അവന്റെ വീട്ടിൽ കയറരുത്, എങ്കിൽ അത് എന്റെ തലയിലാവും. എന്നെ നാളെ കയറാന്ന് പറയുമ്പോൾ മറ്റന്നാൾ എന്റെ തലയിലാവും എന്ന് പറയുന്നത് പോലെയാണ് കാര്യങ്ങളുടെ കണക്കെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ട്രംപ് ഇത് ഡീൽ ചെയ്ത് വച്ചിരിക്കുന്നത്. അതായത് ഇത് ഒരു കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞു വീഴാം എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോ എന്റെ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ, ഈ യുദ്ധം വീണ്ടും പുനരാരംഭിക്കുമോ എന്നാണ് എന്റെ ചോദ്യം എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ലോകരാജ്യങ്ങൾക്ക് എല്ലാം വലിയ തിരിച്ചടിയായി മാറും. ഞാൻ ഇതിന്റെ ആയസ് ഒരു ജൂലൈ 9 വരെയാണ് കാണുന്നത്. ഇന്ന് എത്ര തീയതി? 3. നാളെ മുതൽ 9-ാം തീയതി വരെയാണ് നമ്മുടെ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങ് തുടങ്ങുന്നത്. നാളെ തുടങ്ങും. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള സംഘങ്ങൾ പോയി അവിടെ ഇറാനിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ 9-ാം തീയതിയാണ് ശവസംസ്കാരം. 3 ദിവസം പൊതുദർശനമുണ്ട് ഇറാനില്. അതിനുശേഷം ആണ് സംസ്കാരം. പിന്നെ ഈ ശവം കൊണ്ട്, ഈ മൃതദേഹം കൊണ്ടുവന്നിട്ടൊരു വിലാപ യാത്രയുണ്ട്. ഇതിന്റെ ഒരു വലിയ സെറിമണിയാണത്. അത് ഗൾഫ് എല്ലായിടത്തും ഉള്ളതാണ്. ഈ മഞ്ചം പേറിക്കൊണ്ടുള്ള വലിയൊരു ഇത്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്. അതുവരെയുള്ള ഒരു ആയുസ് ഞാൻ ഇതിന് കാണുന്നുള്ളൂ. കാരണം ഒരാഴ്ചത്തെ വെടിനിർത്തലാണ് ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഞങ്ങൾക്ക് ഇത് ഒന്ന് സംസ്കരിക്കണം ആധാരപരമായിട്ട്. അതുവരെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാണെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നു. എനിക്ക് അറിയില്ല. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്ത, നേരത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ഒരു ബ്രസീലിയൻ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, ഈ പാകിസ്ഥാൻ ഇതിന്റെ മീഡിയേറ്റർ ആണല്ലോ, ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ മീഡിയേറ്റർ ആണ്. അപ്പൊ പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫും മുനീറിനെയും വധിക്കാൻ മൊസാദ് ഒരു പ്ലാൻ ചെയ്യുന്നു. അതായത് ഈ സമാധാന ചർച്ചയ്ക്കിടയിൽ വധിക്കുക എന്നുള്ള ഒരു പ്ലാൻ ചെയ്യുന്നു എന്നൊരു വാർത്ത വന്നിരുന്നു. പക്ഷെ അതിനുശേഷം പിന്നീട് ഒഫീഷ്യലായിട്ട് ഇതിനെ കളിയാക്കി ഈ മാധ്യമപ്രവർത്തകൻ. ഇയാളുടെ കെട്ടുകഥയാണ്, നാടകമാണെന്ന് പറഞ്ഞിരുന്നു. അതൊരു വാർത്ത. അതിനു മുമ്പ് ഏതാണ്ട് ഒരു 3 ആഴ്ചക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു. ഈ ഇസ്ലാമാബാദില് ഇറാന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ചർച്ചയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അതിന് ധനുഷിന് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് ഓർക്കുന്നുണ്ടാവും. അത് അവിടെ വന്നിരുന്നു. അതിനുശേഷം അവര് തിരിച്ചു പോയത് കാറിലും ബസ്സിലുമായിരുന്നു എന്നൊരു വാർത്ത നമ്മളടക്കം എല്ലാ മാധ്യമങ്ങളും ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ അത്? ഇപ്പോൾ ഇതിന് രണ്ടിനും ഉത്തരമായിരിക്കുന്നു മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അവർ പറയുന്നത്, ഈ നെതർലൻഡ്സില് സമാധാന ചർച്ചയ്ക്ക് വരുന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയെയും അവരുടെ സ്പീക്കർ മുഹമ്മദ് ബാഗലിനെയും അവിടെ വെച്ച് തട്ടാൻ മൊസാദ് പ്ലാൻ ചെയ്തിരുന്നു. ഈ വിവരം അമേരിക്ക മനസ്സിലാക്കുകയും ഇസ്രായേലിനോട് പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറയുകയും ഇറാന് ഈ നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഇതിന്റെ ഇടയിൽ ശ്രദ്ധേയമായ ഒരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നു. ഈ പറയുന്ന അവരുടെ സ്പീക്കർ മുഹമ്മദ് ബാഗൽ, ഈ മുഹമ്മദ് ബാഗലാണ് ഇസ്ലാമാബാദില്
ചർച്ചയ്ക്ക് വന്നത്. ഈ മുഹമ്മദ് ബാഗലിന് അകമ്പടി സേവിച്ചുകൊണ്ട് അന്ന് വലിയ വാർത്തയായിരുന്നു. പാകിസ്ഥാന്റെ ജെറ്റുകൾ പറന്നുയർന്നായിരുന്നു ഇറാനിൽ കൊണ്ടുവിടാനായിട്ട്. അപ്പോഴാണ് ഇസ്രയേല് പുള്ളിയെ തട്ടുമെന്നുള്ള ഒരു മെസ്സേജ് വരുന്നതും പിന്നീട് യാത്ര മതിയാക്കിക്കൊണ്ട് ഇദ്ദേഹം വേറെ ഒരു എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി അവിടെ നിന്ന് 8 മണിക്കൂർ ബസ്സിലും കാറിലും യാത്ര ചെയ്ത് എങ്ങനെയൊക്കെയോ ഇറാനിൽ തിരിച്ചെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇതൊരു സ്ഥിരീകരണമില്ല, വാർത്തയാണ്. ഇപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനകത്ത് എന്തായാലും അത് യാഥാർത്ഥ്യമായിരിക്കും എന്ന് തന്നെയാണ്. ഏതായാലും ഇസ്രയേലിന്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നേരത്തെ തന്നെ പ്രഖ്യാപിക്കും, ഞങ്ങൾ ഇന്നവനെ അടിക്കും. അതായത് നമ്മുടെ നാട്ടിലേക്ക് ചില കവലച്ചട്ടമ്പിമാരുണ്ടല്ലോ, ഇന്ന ദിവസം ഞാൻ ഇന്നവനെ അടിച്ചിരിക്കും, ഇല്ലെങ്കിൽ അവനെ ഞാൻ തല്ലും എന്ന് പറയുന്നു. ഇതേപോലെ തന്നെയാണ് ഇവർ നേരത്തെ തന്നെ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനകത്ത് അവർ ആദ്യം പ്രഖ്യാപിച്ചത് ഈ യുദ്ധമൊക്കെ ഒന്ന് തീർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത ലക്ഷ്യം വെക്കുന്ന പാകിസ്ഥാനായിരിക്കും. കാരണം അതിന് അവർക്ക് അവരുടേതായ കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ ഹമാസിനെ പോറ്റി വളർത്തുന്നതും അവർക്കുള്ള ആയുധം കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ട്രെയിനിങ് കൊടുക്കുന്നതും പാകിസ്ഥാനിലാണ്. അതിന് നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായിട്ടുള്ള മുനീർ. അതുകൊണ്ട് തന്നെ അവരത് ലക്ഷ്യം വെക്കും എന്ന് പറയുന്നു. ഇതിനിടയിൽ തന്നെ അവർ നേരത്തെ തന്നെ, അതായത് എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 28 തന്നെ ഈ ഖമേനി കൊല്ലപ്പെടുന്നു. 29 ആകുമ്പോഴേക്കും ഇസ്രായേൽ മറ്റൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു, മൊജതബ ഖമേനിയെ വധിക്കും എന്ന് പറഞ്ഞിരുന്നു. ഇനി ഞങ്ങൾ വെച്ച് വാഴിക്കത്തില്ല, വധിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഈ മൊജതബ ഖമേനി അച്ഛൻ പിതാവായ ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. അത് സുരക്ഷാ കാരണങ്ങളാണ് പങ്കെടുക്കാത്തതെന്ന് പറഞ്ഞു. അതായത് മൊസാദ്. അപ്പൊ ഇന്നലെ ഇറാൻ ഒരു വാർണിംഗ് ഇസ്രായേലിനും അമേരിക്കയും കൊടുത്തിട്ടുണ്ട്, ആവശ്യമില്ലാത്ത പണി കാണിക്കരുത് ഈ പരിപാടിയുടെ ഇടയ്ക്ക്. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവായി പോകും എന്ന് പറയുകയും ചെയ്തു. അത് ഇസ്രായേലിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, അമേരിക്ക ഉദ്ദേശിച്ചില്ല. അമേരിക്ക അങ്ങനെ ചെയ്യാൻ യാതൊരു സാധ്യതയുമില്ല. ഇസ്രായേൽ പണി നടത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇവർ ഭയക്കുന്ന ഒരു കാര്യം. ഇനി ഞാൻ ഭയക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. കുർദുകളെ ഇവർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. കുർദുകൾക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിൽ ആയുധങ്ങളൊക്കെ, കുർദുകൾ ചാവേറുകളായിട്ട് അതിൽ എത്തുമോ ഇല്ലയോ എന്നും നമുക്ക് അറിയില്ല. ഇതിനിടയിൽ ഈ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത്, ഈ ഇസ്രയേല് ഈ പറയുന്ന നേതാക്കന്മാരെ കൊന്നാൽ നാളെ ചർച്ചയ്ക്ക് വരാൻ പോലും ഇറാനിൽ ആളുണ്ടാകില്ല. കാരണം യുവന്മാരൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ ചർച്ചയെങ്കിലും നടക്കുന്നത്. പോയി കഴിഞ്ഞാൽ പിന്നെ ആരും അവിടെ ചർച്ചയ്ക്ക് പോലും ഉണ്ടാകില്ല എന്ന് ട്രംപിനെ പറഞ്ഞ് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് ട്രംപ് ഇസ്രയേലിനോട് പറഞ്ഞത് ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് പറഞ്ഞു. ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളവർ ആരും തന്നെ അവര് വെറുതെ വിട്ട ചരിത്രമില്ല. പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്തിരിക്കും. അടുത്ത ഊഴം പാകിസ്ഥാനാണെന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പാകിസ്ഥാൻ എന്ന് മാത്രമല്ല മുനീറിനാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ 2.0 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനിടയിൽ ഒരുപക്ഷെ മുനീർ കൊല്ലപ്പെട്ടേക്കാം. അത് ഇന്ത്യ ചെയ്യുന്നതാണോ ഇസ്രായേൽ ചെയ്യുന്നതാണോ എന്നൊക്കെ പിന്നീട് കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഉറപ്പായിട്ടും പോകുന്ന നിലവിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മറ്റൊരു വാർത്ത, മുനീറിന് ഇപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. മുനീർ ഇപ്പോൾ പബ്ലിക്കായിട്ട് ഇപ്പോൾ പാകിസ്ഥാനിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കാരണം നമുക്കറിയാം മുനീറിന്റെ ഒരു ക്യാരക്ടർ ഒളിവിലാണ്. കാരണം മുനീർ ഒളിവിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഒരു സൈനിക മേധാവിയല്ലേ. ഈ ഇദ്ദേഹം ഒളിവിൽ പോകുന്ന വിദഗ്ധനാണ്. പണ്ട് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം പിന്നെ ആ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട് പുള്ളിയെ കാണാതായിട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് 16 അടിയന്തരം കഴിഞ്ഞിട്ടാണ് പുള്ളി പൊങ്ങുന്നത്. ഇവരുടെ ഭീകര നേതാക്കൾ മരിച്ച അപ്പോഴൊരു ടീമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ മരിച്ച ഭീകരന്മാരുടെ 16 അടിയന്തരം കഴിഞ്ഞാൽ പുള്ളി പൊങ്ങുന്നത്. ഒരു പ്രസ്താവനയും പുള്ളി നടത്തിയിട്ടില്ല. ആ ശവസംസ്കാര ചടങ്ങിന് ഭീകര നേതാക്കളും സൈനിക നേതാക്കളും ഒക്കെ പങ്കെടുക്കുന്നതിന് വിഷ്വൽസ് പുറത്തു വന്നിരുന്നു. അവിടെയും ഇദ്ദേഹമില്ല, മുനീറില്ല. അങ്ങനെ ഒരു വ്യക്തി കൂടെയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം അങ്ങനെ ഒളിവിലാണ്. കാരണം ഇദ്ദേഹത്തിന്റെ വേറൊരു ക്യാരക്ടർ എന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ഭീകരന്മാരുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതാണ് പുള്ളിയുടെ വലിയൊരു ഹോബി. അവിടെ പോയിട്ട് ഗീർവാണം അടിക്കുക. ഈ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് മുമ്പും പുള്ളി അതടക്കം ഒരു ഡയലോഗ് അടിച്ചായിരുന്നല്ലോ. അതിന്റെ 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് പഹൽഗാമി ഭീകരാക്രമണം നടക്കുന്നത്. അപ്പോ അങ്ങനെ ഒക്കെ ഒരു പാർട്ടിയാണ്. ഇപ്പൊ പുള്ളി അങ്ങനത്തെ പ്രസ്താവനകൾ നടത്തുന്നുമില്ല. അങ്ങനെയുള്ള വേദികളിൽ, അതായത് പബ്ലിക് വേദികളിൽ പുള്ളി പോകുന്നില്ല. പുള്ളി ഇപ്പോൾ നമ്മൾ ആകെ കാണുന്നത് ഈ ട്രംപ് വിളിക്കുന്ന ഏതെങ്കിലും പരിപാടിക്ക് പോകുന്നു. ആ ട്രംപ് വിളിക്കുന്ന പരിപാടി എന്ന് വെച്ചാൽ ട്രംപിന്റെ ഒരു സംരക്ഷണ വലയത്തിലായിരിക്കും എന്നൊരു ധാരണയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം അവിടെ മാത്രമേ കാണുന്നുള്ളൂ. ഇതാണ് ഇതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം. അതായത് ഇറാൻ പോലും ഭയക്കുന്നുണ്ട് മൊസാദ് പണി നടത്തുമെന്നുള്ളത്. അവിടെയാണ് പാകിസ്ഥാൻ ഭയക്കുന്നത്, മുനീർ ഭയക്കുന്നത് പണി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അവരുടെ ഈ സാധാരണഗതിയിൽ ഖമേനി മരിക്കും. ഖമേനി എന്ന് പറഞ്ഞാൽ ഈ മുജതബ ഖമേനിയുടെ അച്ഛനാണ്, പിതാവാണ്. ആ പിതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഒരു പകരം പങ്കെടുക്കേണ്ടതാണ്. അത് മാത്രമല്ല ഈ ഇതിന്റെ കർമ്മങ്ങൾ ചെയ്യേണ്ട വ്യക്തിയാണ്. ഇവരുടെ മതപരമായി തന്നെ ഇദ്ദേഹമാണ് കർമ്മം ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് അത് വരാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല ധനുഷ്. അതൊരു വലിയ വിഷയം തന്നെയാണ്. അതൊരു രാജ്യത്തെ സംബന്ധിച്ച് അതൊരു മകൻ എത്തുന്നില്ല എന്നുള്ളതും ഒക്കെ, മകൻ എത്താത്തത് ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തിലായാലും മക്കൾക്ക് എത്താൻ പറ്റാതെ എത്രയോ ശവസംസ്കാരം നടന്നത്. അതല്ല അതിനകത്തെ വിഷയം. മതപരമായി ഷെയ്ഖുകളുടെ മതപരമായുള്ള ഇത് നോക്കുമ്പോൾ ഇദ്ദേഹമാണ് കർമ്മം ചെയ്യേണ്ട. ഈ ഒരു ഖമേനി മരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള ഖമേനി ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട്. അത് ചെയ്യാൻ പോലും അദ്ദേഹം എത്തുന്നില്ല എന്ന് പറയുമ്പോൾ അവർ നന്നായി അതിനെ ഭയക്കുന്നുണ്ട്. ആ ഭയത്തിന്റെ 100 ഇരട്ടി ഭയമാണ് ഇവിടെ ഇപ്പുറത്ത് പാകിസ്ഥാൻ.
പണി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പാകിസ്ഥാൻ കൂടെ ഗീർവാണമൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ അന്ന് പറഞ്ഞൊരു ഡയലോഗ് പ്രേക്ഷകർ ഇപ്പോഴും ഓർക്കുന്നുണ്ടാകും ഈ ചർച്ചയുടെ ഇടയ്ക്ക്. ഞങ്ങളുടെ പ്രകൃതികളെ ആരെങ്കിലും തൊട്ടാൽ ലോകത്തിന്റെ പകുതി ഞങ്ങൾ നശിപ്പിച്ചിരിക്കുന്നൊരു ഡയലോഗ് അടിച്ചായിരുന്നു. ലോകത്തിന്റെ പകുതിയും കൊണ്ട് ഞങ്ങൾ പോകുമെന്നൊക്കെ പറഞ്ഞ് കുറെ ഗീർവാണം അന്ന് അടിച്ചിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റിപ്പോർട്ടുകളെല്ലാം ശരിയായിരുന്നു. ഈ മാധ്യമങ്ങളെല്ലാം പുറത്തു കൊണ്ടുവന്ന വാർത്തകളെല്ലാം സത്യമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. ഇല്ലെങ്കിൽ ചുമ്മാതിരിക്കുന്ന ഒരാൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ പ്രകൃതികളെ തൊട്ടാൽ പിന്നെ ഞങ്ങൾ തീർത്തുകളയെന്ന് പറയണമെന്നുണ്ടെങ്കിൽ പ്രകൃതികളെ തൊടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ മനസ്സിലായില്ലേ എന്തിനാണ് ഇറാന്റെ സ്പീക്കർ ബസ്സിലും കാറിലും യാത്ര ചെയ്ത് ഇറാനിൽ പോയതെന്ന്. ഇങ്ങോട്ട് ഫ്ലൈറ്റ് വന്ന ഒരാൾ അങ്ങോട്ട് ഫ്ലൈറ്റിൽ പോകേണ്ട ഒരാൾ എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ പോകേണ്ടി വന്നതെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഏതായാലും ഈ മുജതബ ഖമേനി വരാതിരിക്കുന്നതിനും ഒരു കാരണം ഉണ്ടാകുമല്ലോ. ആ കാരണം ഇറാൻ വളരെ പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്, സുരക്ഷാ പ്രശ്നങ്ങളാണെന്നും. സാധാരണഗതി രാജ്യങ്ങളൊക്കെ പറയുന്നത് ചില ടെക്നിക്കൽ ഇഷ്യൂസ് ആണ്, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സുഖമില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ ഇത് അത് മാറ്റിയിരിക്കുന്നു. അവർ ഈ മുജതബ ഖമേനി ഇതുവരെ പബ്ലിക്കിനെ ഫേസ് ചെയ്തിട്ടില്ല. സാധാരണ അവരുടെ ഖമേനിമാരൊക്കെ സമയത്ത് റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സത്യമാണ്. സംരക്ഷണം ഒരുക്കുന്നത് ആകാൻ സാധ്യതയുണ്ട്. കാരണം ഇറാനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മൊസാദ് അറിയാതെ ഇരിക്കില്ല. റഷ്യയുടെ സംരക്ഷണ വലയത്തിൽ തന്നെ ആയിരിക്കണം മുജതബ ഖമേനി ഉള്ളത് എന്നുള്ളത് തന്നെയാണ് അത് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അത്രയും സേഫായിട്ട് ഒരു രാജ്യത്ത് മാത്രമേ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഇറാന്റെ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ കഴിയും. അല്ലാതെ വേറെ ഒരു രാജ്യത്തും അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയില്ല. ഒരിക്കലും ഇറാനിൽ പറ്റില്ല ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഏത് നിമിഷവും ആക്രമണം ഉണ്ടാകും. കാരണം യുദ്ധം തീർന്നിട്ടില്ലല്ലോ, വെടിനിർത്തലാണ് ഇപ്പോഴും. ഈ വെടിനിർത്തലും യുദ്ധം തീരുകയും തമ്മിൽ രണ്ടാണ്. എല്ലാവരും പറഞ്ഞ സമാധാന കരാർ ഇത് വെച്ചിട്ടുണ്ട്, ഇതാകും മറ്റേതാകും. ഒന്നും ആയിട്ടില്ല. ഇതൊരു വെടിനിർത്തൽ, അതായത് പിടിച്ചു മാറ്റില്ല. ഞാൻ എപ്പോഴും പറഞ്ഞ തല്ലുന്ന രണ്ടുപേരെ ഒന്ന് പിടിച്ചു മാറ്റിയിട്ട് നിൽക്കേ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏതായാലും ജൂലൈ 9 വരെ നമുക്ക് നോക്കാം. ജൂലൈ 9 വരെ ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ജൂലൈ 9-നോ 9-ന്റെ ഇടയ്ക്കോ ഒക്കെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ കളി മുഴുവൻ മാറും. പക്ഷെ അടുത്ത ഒരു കളി ഇസ്രായേൽ കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ആ ഇസ്രായേലിന്റെ തോക്കിന്റെ എയിം പാകിസ്ഥാനിലേക്ക് തന്നെ ആയിരിക്കും. അതിന് ഡൗട്ടൊന്നുമില്ല. അതിനുള്ള സംസാരങ്ങളാണ് ഈ അടുത്ത സമയത്തൊക്കെ അവരുടെ അംബാസഡർ ദില്ലിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞത് ദില്ലിയും മുംബൈയുമാണ് ഇനി ഇവന്മാരുടെ ലക്ഷ്യം, അത് അവന്മാർ ചെയ്യും, അതിനു മുമ്പ് നമുക്ക് തീർക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ധ്വനി. ഏതായാലും അങ്ങനെ കൂടി ഒരു നീക്കം നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും സംഭവബഹുലമായിട്ടുള്ള മൂവ്മെന്റ് ആണ്. ഏതായാലും കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ചെയ്ത എന്താ പറയുക കഥ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്ത ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. എല്ലാത്തിനും ഉത്തരമായിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. ഇപ്പൊ ഈ മ്യാൻമാറിൽ നടന്ന സംഭവമായാലും പല കാര്യങ്ങളായാലും പിന്നീട് അത് വെളിപ്പെടുക തന്നെ ചെയ്യും. സത്യം മൂടി വെക്കാൻ പറ്റത്തില്ലല്ലോ.